ഹായ് ഹലോ, ഇപ്പോൾ ചന്ദ്രികയിൽ എല്ലിന്ന് ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരാഴ്ച വളരെ സംഭവബഹുലമായ നിമിഷങ്ങളാണ് നമ്മുടെ ചന്ദ്രികയിൽ എല്ലിന്ന് ചന്ദ്രാന്തത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതുവരെ ആരാണോ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ എല്ലാവരുടെയും മുഖംമൂടി അഴിച്ചു തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ നന്ദ. എന്തായാലും അവരെല്ലാവരും ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യങ്ങളെല്ലാം പുറത്തു കൊണ്ടുവരുന്നിരിക്കുകയാണ്. എന്തായാലും പ്രിയേച്ചിക്കും വസന്തിനും ഒക്കെ നല്ലൊരു ജീവിതം കൊണ്ട് ഇത് എത്തിച്ചു കൊടുക്കുകയും, പക്ഷേ അതിന് മുന്നോടിയായിട്ട് നമ്മൾ അരുന്ധതി വല്യമ്മ ഇറങ്ങി പോവുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മുടെ ഇന്ത്യവരം വലിയ ശൂന്യമായിട്ട് കിടക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ മഹേശ്വരന്റെ എല്ലാ ചതിക്കുഴികളും അല്ലെങ്കിൽ എല്ലാ ചതികളും നന്ദ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും ഇന്ത്യവരത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ മഹേശ്വരൻ വലിയൊരു തെറ്റാണ് ചെയ്തിരിക്കുന്നത്. തൻ്റെ ഭാര്യ ഉണ്ടായിരുന്നിട്ട് പോലും തൻ്റെ ഭാര്യയുടെ അടുത്ത് പറയാതെ മറ്റൊരു കുടുംബം മഹേശ്വരൻ ഉണ്ടായിരുന്നു എന്നൊരു സത്യം നന്ദ കണ്ടുപിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നാലും അത് ശരിയാണോ തെറ്റാണോ, ഇതിന് എൻ്റെ ഒരു തോന്നൽ മാത്രമാണോ എന്നൊക്കെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദ ആ ഒരു തെളിവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലായിരുന്നു. അങ്ങനെ ഒരുപാട് നടന്നു. അവിടെ അച്ഛൻ വില്ലേജ് ഓഫീസറായിട്ട് ഉണ്ടായിരുന്ന സമയത്തുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നന്ദ കളക്ട് ചെയ്യുകയും, അങ്ങനെ ഒരു ആൽബം വഴി നമ്മുടെ മഹേശ്വരനും ആ ഒരു ആദ്യത്തെ ആ ഒരു കുഞ്ഞുങ്ങളുടെ ആയിട്ടുള്ള ഒരു ഫോട്ടോ നന്ദയ്ക്ക് കിട്ടിയത്. ആരുടെ ഫോട്ടോയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്, അതും നമ്മുടെ ഗാഥയുടെ വീട്ടിൽ നിന്നാണ് നന്ദയ്ക്ക് ആ ഒരു ഫോട്ടോ കിട്ടിയത്. അങ്ങനെ ആ ഒരു ഫോട്ടോ എടുത്ത് നന്ദ ഗാഥയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇതാരാണ്, ഇതാണോ ഗാഥ, ഇത് ഗാഥയുടെ കൂടെ ഇരിക്കുന്നത് ഗാഥയുടെ അച്ഛനാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ എന്നാണ് അവർ ഉത്തരം പറഞ്ഞത്. യഥാർത്ഥത്തിൽ മഹേശ്വരനായിരുന്നു. അപ്പോൾ നന്ദയ്ക്ക് ഉറപ്പിച്ചു ഗാഥയുടെ അച്ഛൻ മഹേശ്വരനാണെന്നും ഇത് മഹേശ്വരന്റെ കുടുംബമാണ് എന്നുള്ള ഒരു സത്യം നന്ദ തിരിച്ചറിഞ്ഞു. പക്ഷെ ഈ ഒരു സത്യം മറ്റുള്ളവരെ അറിയിക്കണം, അച്ഛന്റെ ഈ ഒരു ചതി മറ്റുള്ളവരെ അറിയിക്കണം എന്ന് നന്ദ ഉറപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ നന്ദ ഈ ഒരു സത്യങ്ങൾ തിരിച്ചറിഞ്ഞു എന്നും നന്ദ തെളിവുകൾ കണ്ടുപിടിച്ചു എന്നുള്ള ഒരു കാര്യവും കൂടി മഹേശ്വരൻ അറിഞ്ഞിരിക്കുകയാണ്. വാവച്ചൻ വഴി നന്ദ എവിടെ പോയി എന്നുള്ള ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മഹേശ്വരൻ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാവച്ചൻ കണ്ടുപിടിച്ചത് പ്രകാരം നന്ദ ആ വീട്ടിലാണ് എത്തിയത് എന്ന് മഹേശ്വരന് മനസ്സിലായി. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയൊരു ആപത്തിലോട്ടാണ് ചെന്നെത്തുന്നത്. അതുകൊണ്ട് ഇനി ഇത് പറ്റത്തില്ല, ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് മഹേശ്വരൻ ഒരു കടുത്ത പ്രയോഗം നടത്താൻ പോവാണ്. നന്ദയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് മഹേശ്വരൻ. അങ്ങനെ ഒരുപാട് ഗുണ്ടകളെ പറഞ്ഞേൽപ്പിച്ച് നന്ദയെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ തട്ടിക്കൊണ്ട് ഒരു ഗോഡൌണിൽ കൊണ്ട് അടച്ചിടുവാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നന്ദയുടെ ജീവൻ ഇപ്പോൾ അത്രയും ഒരു ആപത്തിലാണ് ചെന്നെത്തിയിരിക്കുന്നത്. മഹേശ്വരനും തൻ്റെ വീട്ടുകാർക്കും വേണ്ടിയിട്ട് ആ ഒരു സത്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിന്ന നന്ദയുടെ ജീവനാണ് ഇപ്പോൾ ആപത്തിലായിരിക്കുന്നത്. ഇതുവരെയും ലക്ഷ്മിയോ ഗൗതമോ ഈ ഒരു സത്യങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അപ്പോൾ ഗൗതമവും ലക്ഷ്മിയൊക്കെ മഹേശ്വരൻ്റെ ഈ ഒരു ചതി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഭൂകമ്പങ്ങളായിരിക്കും ഇന്ത്യവരം തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്, ആരുടെയൊക്കെ അടിത്തറകളായിരിക്കും ഇനി ഇളകാൻ പോകുന്നത്. എന്തായാലും നന്ദ പറയുന്ന ഈ ഒരു സത്യം വിശ്വസിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മിയും ഗൗതമും തയ്യാറാകുമോ? അങ്ങനെ അവർ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഇനി ലക്ഷ്മി എന്ത് തീരുമാനമായിരിക്കും എടുക്കാൻ പോകുന്നത്? ഈ തീരുമാനത്തോടു കൂടി ഈ ഒരു വീട് തന്നെ അല്ലെങ്കിൽ ഈ ഒരു കുടുംബം തന്നെ ചിഹ്നം ഭിന്നമാകാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട്. പക്ഷേ നന്ദയുടെ ജീവന് ആപത്തിലാകുമ്പോൾ നന്ദയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗൗതമിന് സാധിക്കുമോ? ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാതായിരിക്കും. ടാറ്റാ ബൈ.